ഇന്ന് വീണ്ടും ഒരു വീഡിയോ ഇട്ട് വന്നതാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് പ്രോഗ്രാമിനാണ്. അപ്പം എല്ലാവരും സെറ്റാണ്, രീതി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഈതൻ ഈസ് ദെയർ ആൻഡ് എഡ്വിൻ ഈസ് ദെയർ. സോ എവറിബഡി വെൽക്കം ടു മൈ ചാനൽ റെയ്നോൾഡ്സ് ലൈഫ് ഓഫ് കാനഡ. ക്രിസ്മസ് പ്രോഗ്രാം ഒഫീഷ്യലി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയെ ഇതിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് ക്രിസ്മസ് ട്രീ ലൈറ്റിങ്ങിനായിട്ട് മിസ്റ്റർ ആന്റണി മാത്യൂസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്രിസ്മസ് ട്രീ ലൈറ്റ്നിങ് ഒക്കെ ചെയ്ത് നമ്മുടെ പ്രോഗ്രാം ഒഫീഷ്യലി എല്ലാവരും വെൽക്കം ചെയ്തു. ആൾക്കാരൊക്കെ എല്ലാവരും എത്തിത്തുടങ്ങണേ ഉണ്ടായുള്ളൂ. ഹാള് പതുക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരുന്നു. അപ്പുറത്ത് ഡാൻസാണ് പിള്ളേരുടെ, അടിപൊളി ഡാൻസാണ് പിള്ളേരുടെ വക കാഴ്ചവെച്ചത്, ഒന്നും പറയാനില്ല. അതുകൂടാതെ ആങ്കറിങ്ങിന് വേണ്ടി 2 പിള്ളേരുണ്ടായിരുന്നു. അവർ അടിപൊളിയായിട്ടാണ് ആങ്കറിങ് ചെയ്തത്. ഓൾ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ദേ പെർഫോംഡ് വെരി വെൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈതനും ഈതൻ്റെ ഫ്രണ്ട്സുമായിട്ട് മാഷ്മെലോ ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അവർ മാഷ്മെലോ, അതായത് ഹോട്ട് ചോക്ലേറ്റ് അവിടെ ഓർഗനൈസ് ചെയ്യായിരുന്നു. ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ്മെലോ ആണ് ആ ഡ്രിങ്ക്. അതൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തു. പിള്ളേർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അവർ ഓൾറെഡി ബലൂൺ, പിന്നെ ഫേസ് പെയിൻറ്റിങ്, അങ്ങനെ പല പരിപാടികളും കമ്മിറ്റി ഓർഗനൈസ് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് വെൽ പ്ലാൻ. അപ്പോൾ അത് എന്തായാലും നന്നായി, പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് ലോയ്ഡ് വന്നായിരുന്നു. അപ്പോൾ ലോയ്ഡിനായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഞങ്ങൾ വീണ്ടും ഹാളിലേക്ക് കയറി. അപ്പോഴും അവിടെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക, ക്രിസ്മസിൻ്റെ ഹൈലൈറ്റ് ചെയ്യുക സാന്തേനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പം ഡെറിക്കും ഈതനും ക്രിസ്മസ് സാന്തേനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും സാന്ത അവിടെ എത്തി. പക്ഷേ സാന്തയുടെ കസാരയിൽ നിന്ന് ഇറങ്ങാൻ 2 പേരും തയ്യാറായില്ല. അവസാനം ഒരു വിധത്തിൽ പറഞ്ഞ് ഒപ്പിച്ചിട്ടാണ് സാന്തേനെ നടുവിലിരുത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ 2 പേരും എത്തിയത്. അവസാനം പിള്ളേരായിട്ട് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫാമിലി ഫോട്ടോഷൂട്ട് ഔട്ടായിരുന്നു സാന്തയുടെ ഒപ്പം. സാന്ത നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ സാന്തേനായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങണ വഴിക്ക് രീതി സാന്തയുടെ ബെല്ല് തട്ടിയിട്ടു. അപ്പോൾ സാന്തയുടെ ബെല്ലൊക്കെ എടുത്തു കൊടുത്ത് അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹാളിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും പിള്ളേരുടെ പരിപാടികളൊക്കെ ആയിട്ട് പിള്ളേരുടെ ഡാൻസ് അവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് കിങ്സ്റ്റണിൽ വന്നതിന് ശേഷം കിങ്സ്റ്റണിലൊരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ പോകുന്നത്. അപ്പോൾ കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ്റെ ഉള്ള പ്രോഗ്രാമാണത്. അപ്പോൾ അവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരുവിധം എല്ലാ ഫാമിലികളും അവിടെ എത്തിച്ചേർന്നായിരുന്നു. പിന്നെ നമ്മൾ പുതിയതായതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ഫേസസ് ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും നല്ല വെൽക്കമിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ
ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. അപ്പോഴും പിള്ളേരുടെ ഡാൻസ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായില്ല. അവരൊരു അടിപൊളി എന്താ പറയുക ബാൻഡ് സെറ്റ് ചെയ്തായിരുന്നു, ബസൂക്ക. അപ്പം അതിൻ്റെ ഇതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്തിരിക്കുന്ന ബലൂൺ പരിപാടികളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൽ ഡെറിക്ക് ചൂസ് ചെയ്തത് സോഡാണ്. അപ്പം അവന് നല്ലൊരു അടിപൊളി സോഡ് കിട്ടി. അത് കഴിഞ്ഞ് ഈദന് അവൻ ചൂസ് ചെയ്തത് ഹാമറാണ്. അപ്പം അത് സ്പെസിഫിക്കായിട്ട് ആ ചെയ്യുന്ന പയ്യൻ എല്ലാവരോടും ചോദിച്ചിട്ടാണ്, അവർ ഹാപ്പി ആണെങ്കിലാണ് ഓരോന്നും ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്താ പറയുക ക്രിസ്മസ് പ്രമാണിച്ച് പിള്ളേരൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കാനൊരു അവസരം അവർക്ക് ഉണ്ടാവേണ്ടത്. ലാസ്റ്റ് പിള്ളേരൊക്കെ ആയിട്ട് എല്ലാവരെയും സ്റ്റേജിലേക്ക് കയറ്റി അവർ പിള്ളേരെല്ലാവരും വെൽക്കം ചെയ്തു. അത് കഴിഞ്ഞ് എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ ടൈമായപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ ഡാൻസ് അവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് എന്താ പറയുക വലിയ ആൾക്കാരുടെ ഡാൻസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഭക്ഷണം അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളി ഭക്ഷണമായിരുന്നു, ഒന്നും പറയാനില്ല. വലിയ ഹാളിലാണ്. അപ്പോൾ ഡെസേർട്ടൊക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ആയിട്ട് ഫുഡൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു. കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. എന്താ പറയുക ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നമ്മൾ ചെന്ന് പങ്കെടുക്കുമ്പോഴാണല്ലോ നമ്മൾ ആൾക്കാരായിട്ട് ഇടപെട്ട് പുതിയൊരു സ്ഥലത്ത് പുതിയൊരു ജീവിതം നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി സീയിങ് ഓൾ ന്യൂ ഫേസസ്. പിന്നെ കുറച്ച് പേര് നമ്മുടെ പഴയ ഫ്രണ്ട്സിൽ നമുക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് അവിടെ വന്നിരുന്നു. അപ്പോൾ അവരെയും കാണാൻ പറ്റി. അപ്പം എന്താ പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ക്രിസ്മസ് പരിപാടികളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് നീണ്ട വീഡിയോ ആണ്. അപ്പം അങ്ങനെ എല്ലാവരും ആയിട്ട് പരിചയപ്പെട്ട് എല്ലാവരും ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് ക്രിസ്മസ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താ പറയുക ഗാനമേളയ്ക്ക് റെഡിയായി. അപ്പോൾ ബസൂക്ക എന്ന് പറയുന്ന
ബാൻഡിൻ്റെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ തൃശ്ശൂരിൻ്റെ പാട്ട് തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ എൻജോയ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ see you with another video. Till that, take care. Bye bye. Advanced Merry Christmas to all of you. Okay? Please subscribe and like my videos.